അങ്ങനെ ഏറ്റുമാനൂർ അമ്പലത്തിൽ നിന്ന് നമ്മൾ നേരെ പോയത് ചോറ്റാനിക്കരയിലോട്ടായിരുന്നു. ചോറ്റാനിക്കരയിൽ ഞാൻ കുറേ തവണ പോയിട്ടുണ്ട്. എന്നെ എഴുത്തിനിരുത്തിയതും എന്നെ ചോറൂട് കൊടുത്തതും എല്ലാം ആ അമ്പലത്തിൽ വെച്ചിട്ടാണ്. അങ്ങനെ അവിടെ ഞങ്ങൾ ചെന്നപ്പോൾ ഒരു 9 മണിയൊക്കെ ആയിരുന്നു. 9:30 നട അടയ്ക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വേഗം തൊഴുതിറങ്ങുമായിരുന്നു. അങ്ങനെ തൊഴുതെല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്ത് ഫുഡ് കഴിക്കലായിരുന്നു അടുത്ത ലക്ഷ്യം. അതിനുവേണ്ടി അവിടെ അടുത്തുള്ളൊരു ഹോട്ടലിൽ തന്നെയാണ് കയറിയത്. ഞാൻ ഓർഡർ ചെയ്തത് മസാല ദോശയായിരുന്നു. ബാക്കിയുള്ളവർ അത് തന്നെ ഓർഡർ ചെയ്തത്. പിന്നെ അച്ഛൻ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് പറഞ്ഞത് നെയ് റോസ്റ്റ് മതിയെന്ന്. പിന്നെ അച്ഛൻ്റെ മസാല ദോശ ഞാൻ നിന്നു. ഈ കടയിൽ വടയില്ലായിരുന്നു. പിന്നെ അതൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് വൈക്കം അമ്പലത്തിലോട്ടായിരുന്നു. ഈ അമ്പലത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. ഇവിടുന്ന് തൊഴുതിറങ്ങിയപ്പോൾ ഉച്ച ഒരു 12 മണിയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് നേരെ ഞങ്ങളൊരു സോഡാ നാരങ്ങ കുടിക്കാനാണ് പോയത്. അങ്ങനെ സോഡാ നാരങ്ങ എല്ലാം കുടിച്ചിട്ട് പോകുന്ന വഴിക്ക് അപ്പച്ചീനെയും ബസ് കയറ്റി വിട്ടിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി. വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് നല്ല കോലമായിരുന്നു. എൻ്റെ പോകാൻ നേരത്ത് നല്ല അടിപൊളിയായിട്ട് മുടിയെല്ലാം കെട്ടിപ്പോയെങ്കിലും വീട്ടിലോട്ട് വരാൻ നേരത്തെ അടുത്ത് പുകയുമായിരുന്നു. എങ്ങനെയാലും ഒന്ന് വീടെത്തിയാൽ മതി എന്നായിരുന്നു. വീട്ടിലെത്തിയപ്പോൾ കണ്ടതല്ലേ ഇതാണ്. വീട് മൊത്തത്തിൽ തല തിരിച്ച് വെച്ചിട്ട് ഞങ്ങളെയും വരവേൽക്കാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു രണ്ടുപേരും കൂടെ. എന്താ ഉത്സാഹം! ചെന്ന് കയറിയപ്പോൾ ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അവർക്ക് പോലും അറിയത്തില്ല. തലേ കയറണോ മേത്ത് കയറണോ ആരുടെ പുറകെ ഓടുന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. കാരണം ഞാനും അമ്മയും അച്ഛനും കൂടെ ഒരുമിച്ച് കയറി വന്നുകൊണ്ട് അമ്മയുടെ പുറകെ പോകണം, അച്ഛൻ്റെ പുറകെ വരണം, അതെ എന്നെ സ്നേഹിക്കണമെന്ന് അറിയാത്ത ഒരു കഷ്ടപ്പാടിലായിരുന്നു റോസി ഐഷും കൂടെ. പിന്നെ കുറച്ചു നേരം ഞാൻ അവരോട് അങ്ങ് ഇരുന്നേച്ചു. അപ്പം ഇത്രേ ഉള്ളൂ. ബൈ ബൈ.